ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ കുറച്ചായി ആഫ്റ്റർ ലോങ് ടൈമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് തടസ്സങ്ങളെല്ലാം ഉണ്ടായിരുന്നു വീഡിയോ ചെയ്യാനായിട്ട്. ഇപ്പോൾ അതെല്ലാം ക്ലിയർ ആക്കി നമ്മൾ ഇനി ഇവിടെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയി വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇറങ്ങിയേക്കുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് ലൊക്കേഷൻ ഏതാണ്. ഞാനത് ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്ന ജിമ്മിൻ്റെ ലൊക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് എല്ലാവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാ ജിം, ഏതാ ലൊക്കേഷൻ ഏതാ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ജിമ്മാണ്, ബഹ്റൈനിലെ ഫിറ്റ്നസ് എക്സ്ട്രീം എന്ന് പറയുന്ന ഒരു ജിമ്മാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവാം. ഇന്ത്യയിലും അതുപോലെ തന്നെ GCC കൺട്രികളിലൊക്കെ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ഒരു ജിമ്മാണ്. അതിൻ്റെ ബഹ്റൈനിലെ സഗിയ ബ്രാഞ്ചിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ വെച്ച് തന്നെയാണ് എൻ്റെ വീഡിയോസ് എല്ലാം ചെയ്യുന്നതും. ജിമ്മിൻ്റെ എക്യുപ്മെൻറ്റ്സ് അതുപോലെ തന്നെ ജിമ്മിനെ പരിചയപ്പെടുത്തിയുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് എന്തായാലും. അപ്പോൾ ചോദിച്ച ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇത് ഫിറ്റ്നസ് എക്സ്ട്രീം ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ജിമ്മാണ്. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പുഷ് എക്സസൈസിൻ്റെ വീഡിയോ ആണ്. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പുഷ് എക്സസൈസിൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ചെസ്റ്റാണ്. ചെസ്റ്റ് ഞാൻ ഏകദേശം ഒരു 3 എക്സസൈസാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ നേരെ ട്രൈസെപ്സ് 2 എക്സസൈസാണ് പ്ലാൻ ചെയ്യുന്നത്. അതിന് കൂടെ തന്നെ ഷോൾഡർ, അതും 2 എക്സസൈസാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇങ്ങനെ 3 ടോട്ടൽ 3, 2, 5, 7 എക്സസൈസാണ് ടോട്ടൽ ഞാൻ പുഷിൻ്റെ ഇടയിൽ ചെയ്യാറ്. അത് ഞാൻ ഒരു ദിവസം ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പുഷ് ചെയ്യുന്ന ദിവസം എന്നുണ്ടെങ്കിൽ 1 ഡേ അപ്പർ ചെസ്റ്റിനെ ഫോക്കസ് ചെയ്ത്, 2nd ഡേ ലോവറും അതുപോലെ തന്നെ മിഡിൽ ചെസ്റ്റും ഫോക്കസ് ചെയ്താണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു അപ്പർ ചെസ്റ്റ് പ്രസ്സും ഒരു ലോവർ ചെസ്റ്റ് പ്രസ്സും ഒരു ഫ്ലൈസും ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫിഫ്റ്റി റെപ്സാണ് ചെയ്യുന്നത്. 3 സെറ്റാണ് ചെയ്യുക. 50 റെപ്സിൻ്റെ 3 സെറ്റാണ് ചെയ്യുക. ഇത് ഡിക്ലൈൻ മെഷീൻ പ്രസ്സാണ്, നമ്മുടെ ജിമ്മിലുള്ളൊരു മെഷീനാണ്. ഇത് ലോവർ ചെസ്റ്റിനാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനൊരു മെഷീൻ നിങ്ങളുടെ ജിമ്മിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിക്ലൈൻ ഡംബിൾ പ്രസ്, ബാർബിൾ പ്രസ് എല്ലാം ചെയ്യാം. നമ്മുടെ ഇങ്ങനെ മെഷീൻ ഉള്ളതുകൊണ്ട് ഞാനിതിലാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഏത് എക്സസൈസ് ചെയ്യുമ്പോഴും അത് ഏത് മസിലിനാണ് ടാർഗറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ആംഗിൾ പൊസിഷൻ എല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് ആ റിസൾട്ട് നമുക്ക് ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് എക്സസൈസ് ചെയ്യുമ്പോഴും ഏത് മസിലിനാണോ നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിലൊക്കെ നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് ഞാൻ ചെയ്ത ചെസ്റ്റിൻ്റെ ലാസ്റ്റ് എക്സസൈസ് ആണ്, പെഗ് ഫ്ലൈ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ ലാസ്റ്റ് എക്സസൈസ്. ഇപ്പോൾ നമ്മൾ ഒരു ഇൻക്ലൈൻ മെഷീൻ പ്രസ് ചെയ്തു. നിങ്ങൾക്ക് അതിന് പകരം ഇൻക്ലൈൻ മെഷീൻ നിങ്ങളെ ജിമ്മിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലൈൻ ഡംബിൾ പ്രസ് ചെയ്യാം, ഇൻക്ലൈൻ ബാർബിൾ പ്രസ് ചെയ്യാം, സ്മിത്ത് മെഷീൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ബാർബിൾ പ്രസ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. പിന്നെ ഞാൻ ചെയ്തത് ഡിക്ലൈൻ മെഷീൻ പ്രസ്സാണ്, ലോവർ ചെസ്റ്റിനെ ഫോക്കസ് ചെയ്തിട്ട്. മൂന്നാമതായിട്ട് ഞാൻ ചെയ്തത് പെഗ് ഫ്ലൈ ആണ്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത് ട്രൈസെപ്സ് ആണ്. ട്രൈസെപ്സിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് പുഷ് ഡൗൺ ആണ്. ഇതാണ് ഞാൻ ട്രൈസെപ്സിന് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് എക്സസൈസ്. കേബിൾ റോപ്പ് പുഷ് ഡൗൺ ആണ് ചെയ്യുന്നത്. നമ്മൾ കൈ കറക്റ്റ് ഇത് ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി കൈ മൂവ് ചെയ്യാൻ പാടില്ല. കറക്റ്റ് കൈ ഇതിൽ ലോക്കായിരിക്കണം. എന്നിട്ട് ഇതിൻ്റെ രീതി എന്ന് പറയുന്നത്
ഫുൾ പുഷ് ഡൗൺ. ഓക്കെ, നമ്മൾ ഫുൾ പുഷ് ഡൗൺ ട്രൈസെപ്സ് മാക്സിമം ടൈറ്റ് യുവർ ട്രൈസെപ്സ്. ഓക്കെ, അതായത് നമ്മൾ ഫുൾ പുഷ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രൈസെപ്സ് കറക്റ്റ് ടൈറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ സ്ലോലി റിലീസ് ചെയ്യുക. റിലീസ് ചെയ്ത് ഫുൾ റിലീസ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് റിലാക്സേഷനാണ്. അതല്ലാതെ നമ്മൾ ഒരു ഹാഫ് ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ, കൈ ക്ലോസ് ചെയ്തതിന് ശേഷം ഇതാണ് പുഷ് ഡൗൺ ചെയ്യുന്ന അല്ലെങ്കിൽ റോ പുഷ് ഡൗൺ ഞാൻ ചെയ്യുന്ന രീതി. പിന്നെ ഏതൊരു എക്സസൈസിനും അതിൻ്റേതായിട്ടുള്ള ഫോം കറക്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള സ്ട്രെങ്ത്തിന് കറക്റ്റായിട്ടുള്ള വെയിറ്റ് യൂസ് ചെയ്യുക. ഇതിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ഏത് എക്സസൈസുകളും നിങ്ങൾ ഏത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ട്രെയിനറോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഇഞ്ചറി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കുക മാക്സിമം. ഓക്കെ, അടുത്ത തന്നെ ചെയ്യാൻ പോകുന്നത് ട്രൈസെപ്സിനെ ഫോക്കസ് ചെയ്തിട്ട് ഡംബൽ എക്സ്റ്റൻഷനാണ്. അപ്പോൾ നമ്മൾ ഡംബൽ ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ നമുക്ക് ഇതുപോലെ സീറ്റ് ഇരുന്നുകൊണ്ട് ചെയ്യാം, അതല്ലാതെ നമുക്ക് നിന്നുകൊണ്ട് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമ്മൾ കൈ കറക്റ്റ് ഇതുപോലെ ലോക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം 2 കൈകളും ബാക്കിലേക്ക് കൊണ്ടുപോയി എൽബോ നമുക്ക് ഒരു മീഡിയം ലെവലിൽ ഇതുപോലെ ക്രോസ് ചെയ്ത് പിടിച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഈ ഒരു ആംഗിൾ വരെ കൊണ്ടുവന്നതിന് ശേഷം ഫുള്ളി പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ നിങ്ങൾ ട്രൈസെപ്സിനെ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഇത് തന്നെ നമുക്ക് ഇതുപോലെ ചെയറിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ബാക്കിന് ഒക്കെ എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാളെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് ഇതുപോലുള്ള ചെയർ യൂസ് ചെയ്തിട്ട് ബാക്കെല്ലാം ഫ്രീ ആക്കി വെച്ചതിന് ശേഷം കറക്റ്റ് ഇതിങ്ങനെ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഓക്കെ, നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 എക്സസൈസാണ് ട്രൈസെപ്സിന് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് 2 ഷോൾഡർ എക്സസൈസ് കൂടെ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഫ്രണ്ട് ഡെൽറ്റിനെയാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ആദ്യം ഷോൾഡർ പ്രസ് മെഷീൻ ഉപയോഗിച്ചിട്ട് അതിനുശേഷം ലാറ്റർ റേസ് ആണ്. ഓക്കെ, ഞാൻ ഷോൾഡർ പ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ഷോൾഡറിൻ്റെ രണ്ടാമത്തെ എക്സസൈസ് ആയിട്ടുള്ള ലാറ്ററൽ റൈസ് ആണ്. ഇത് നമ്മളുടെ ജിമ്മിലുള്ള ഒരു ലാറ്ററൽ റൈസിൻ്റെ മെഷീൻ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്കിത് കൂടാതെ ഡംബലിൽ ചെയ്യാവുന്നതാണ്. അല്ലാതെ പിന്നെ ഒരുപാട് മെത്തേഡുകളുണ്ട്. അതായത് കേബിൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് ആ രീതിക്കൊക്കെ ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ ജിമ്മിൽ ഈ മെഷീൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ മെഷീൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതാണ് ഒരു പുഷ് ഡേയിൽ നിങ്ങൾ മിനിമം ചെയ്തിരിക്കേണ്ട എക്സസൈസുകൾ. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പുഷ് ഡേ ചെയ്യാവുന്ന എല്ലാ എക്സസൈസും ഞാൻ ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതുപോലെ തന്നെ ഫുൾ ഡേയുടെ വീഡിയോസ് വരുന്നുണ്ട്, കൂടാതെ ലെഗിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു തരാം. അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ തന്നെയാണത്. നിങ്ങളെൻ്റെ വീഡിയോസ് നിങ്ങളുടെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുക. നിങ്ങൾ തന്നെ എൻ്റെ മാക്സിമം വീഡിയോസ് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ അധികം വൈകാതെ തന്നെ ഇതിൻ്റെ ബാക്കി വീഡിയോസ്, സെക്കൻഡ് വീഡിയോസും തേർഡ് വീഡിയോസും നമ്മൾ ഇതിൻ്റെ 2 പാർട്ടോടെ വരുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ, സീ യു, ടേക്ക് കെയർ.